പത്തനംതിട്ടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ജി ഫിനാൻസ് ഉടമകളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉടമകളായ 4 പ്രതികൾക്കും വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ജി ഫിനാൻസ് ഉടമകളായ തെള്ളിയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖ എന്നിവരെ കണ്ടെത്തുന്നതിനായാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതികൾ രാജ്യം വിട്ടു പോകുന്നത് തടയാൻ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിർദ്ദേശം നൽകി. 1 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. പരാതിക്കാരുടെ എണ്ണവും കൂടുന്നു. തിരുവല്ല സബ് ഡിവിഷനിൽ മാത്രം 15 കോടിയുടെ 65 കേസുകളാണ് ശനിയാഴ്ച വരെ രജിസ്റ്റർ ചെയ്തത്. ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, കിട്ടിയിട്ടില്ല. എറണാകുളത്ത് ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയും നമ്മൾ അന്വേഷിച്ചു, ആൾക്കാരെ വിട്ട് അന്വേഷിപ്പിച്ചു. അവിടെ ഇവനില്ല, അവൻ ഓൾറെഡി അത് വിറ്റ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പുല്ലാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാർ, അതായത് അന്തിക്കഞ്ഞ് കുടിക്കാൻ വകയില്ലാത്ത ആൾക്കാർ വരെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏറ്റവും ഒടുവിൽ വിളിച്ച തിരുവനന്തപുരത്ത് പുള്ളി പോയ പിന്നാണ്. അന്നോട് പറഞ്ഞാണ് ഞാൻ അവിടെ ഇല്ല, തിരുവനന്തപുരത്താണ്, കുറച്ച് ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. ഇനി ഞാൻ വരത്തില്ല, അപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ വരും. ഒരു പരിധി വരെ എല്ലാവരും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അതിന് ശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അച്ഛാ പോറ്റി വിളിച്ച് ഞങ്ങളുടെ പൈസ കുറേശ്ശെ ഇടിയിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കറിയത്തില്ല, അത് അവർ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി, ഞാനെന്ത് വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്ന് പറഞ്ഞ് ഞാൻ ഗ്യാരണ്ടി ഉണ്ടെന്നും പറഞ്ഞാൽ പൈസ ഇടിയിക്കുന്നത്. പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി ഇല്ല. അവനൊക്കെ സ്ഥലം വിടുക, ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് തല്ലാൻ വരിക. സ്ഥിര നിക്ഷേപകരായ 550-ലധികം ആളുകൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകാനുള്ള നിവേദനത്തിന്റെ ഒപ്പുശേഖരണവും നടന്നുവരുന്നു. ജനം, പത്തനംതിട്ട.